അപ്പോൾ നമുക്കൊരു നോസ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനാദ്യം നമ്മളൊരു വലിയൊരു സർക്കിൾ ഇതുപോലെ വരയ്ക്കുക. പിന്നീട് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലുമായിട്ട് ഒരു കുഞ്ഞ് രണ്ട് സർക്കിൾ കൂടി വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നോസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. പിന്നെ സെൻറ്ററിലുള്ള ഈ സർക്കിളിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ വേറെ വേറെ ടൈപ്പ് നോസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ സെൻറ്ററിലുള്ള സർക്കിൾ മാറ്റി ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ആൻഡ് സൈഡിൽ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സർക്കിൾ രണ്ടെണ്ണം വരയ്ക്കുകയാണ്. ഈ സൈഡിലുള്ള സർക്കിളിൻ്റെ ഷേപ്പ് മാറ്റിയാലും നമുക്ക് നോസിൻ്റെ ഷേപ്പ് മാറ്റി കിട്ടും. പറഞ്ഞു വരുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഇതുപോലുള്ള ഈ സ്ട്രക്ചറിൽ നിന്നാണ് വരുന്നത്. ആൻഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ഇതുപോലെ ഒരു വലിയ സർക്കിളും ഒരു കുഞ്ഞു സർക്കിളും മതിയാവും. പിന്നെ നമ്മൾ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ചെറിയ കുറച്ച് ചേഞ്ചസ് വരുത്തി അതിനാ നോസിൻ്റെ എക്സാക്റ്റ് ഷേപ്പിലോട്ട് മാറ്റുക. ഇതുപോലെ സെൻറ്ററിലുള്ള ഭാഗം ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കുക. എൻഡിൽ നോസിൻ്റെ ആ ഹോൾസ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നോസിൻ്റെ ലെങ്ത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മേലെ നിന്ന് രണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. പിന്നീട് അത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിലോട്ട് സ്ലോപ്പായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വരക്കുന്ന ലൈൻസ് വലിയ ഡാർക്കായിട്ട് വരക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ ഷെയ്ഡിങ്ങിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങൾ ഡാർക്കൻ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നോസിൻ്റെ ആ എഡ്ജസ് നല്ല ഡാർക്കാക്കി കൊടുത്താൽ അതിനൊരു 3D ഫീൽ കിട്ടും. സോ നമ്മുടെ നോസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ആ ലൈൻസൊക്കെ വേണ്ടാത്ത ലൈൻസൊക്കെ നമ്മളൊന്ന് എറേസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡിങ്ങിന് മുമ്പ് നോസിൽ വീഴുന്ന ലൈറ്റ് എവിടെ നിന്നാണ് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് വീഴുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. സോ ഈ ഒരു ഏരിയാസിൽ ഡയറക്റ്റ് ലൈറ്റ് വീഴുന്ന ഭാഗമായിരിക്കും. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യം വരില്ല. അതുപോലെ ഒഴിച്ചു വിടേണ്ടി വരും. സോ ആ നല്ല ലൈറ്റ് വീഴുന്ന ഏരിയ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതുപോലെ ഡാർക്കായിട്ടുള്ള ഏരിയാസിൽ സിമ്പിളായിട്ട് ഹാച്ച് ചെയ്ത് തുടങ്ങുക. ഓരോ ലെയർ ബൈ ലെയറായിട്ട് അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ ഈ താഴെയുള്ള ഭാഗത്ത് എഡ്ജിൽ ഔട്ടറിൽ ഇതുപോലെ ഷെയ്ഡ് കൊടുത്തിട്ട് ആ എഡ്ജൊക്കെ നല്ല ഡാർക്ക് ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതിന് ശരിയായ രീതിയിലുള്ള ഒരു 3D ഫീൽ കിട്ടും. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുന്നതിന് പേപ്പർ സ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് കൂടുതൽ ഡാർക്ക്നെസ് വേണ്ട ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യാം. സോ നമ്മുടെ നോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 കൂടി നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. സോ ഗൈസ്, നോസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരക്കാവുന്നതേ ഉള്ളൂ. ആദ്യം അതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ഐഡിയ പറഞ്ഞു കഴിഞ്ഞു, സർക്കിൾ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ്ങിൽ എവിടെ നിന്നാണ് ലൈറ്റ് വീഴുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം ഷെയ്ഡ് ചെയ്യുക ലെയർ ബൈ ലെയർ ആയിട്ട്, പിന്നീട് ബ്ലെൻഡ് ചെയ്യുക. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്.